നമ്മുടെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി ക്രൂഡ് ഓയിൽ പ്ലസ് എൻജിഡി അനാലിസിസ് ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യാൻ നമ്മൾ സ്ട്രാറ്റജി ഫസ്റ്റ് ക്രൂഡ് ഓയിൽ അനാലിസിസ് കിടക്കാം. ക്രൂഡ് ഓയിൽ യെസ്റ്റർഡേ ഇന്നലത്തെ അനാലിസിസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ അനാലിസിസ് ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് 1, 2 and 3 ഫോർത്തിൻ്റെ ഫോൾ വരണം. റെസിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്തായിരുന്നു. പെർഫെക്റ്റ്ലി റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ഫോർത്തിൻ്റെ മാർക്ക് ഫോൾ ഓൺ ഗോയിങ് ആണ്. റൈറ്റ്, ഫോർത്ത് ഇവിടെ കംപ്ലീറ്റ് ആവില്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ഇന്നലത്തെ വീഡിയോ മസ്റ്റായിട്ട് ഇന്നലത്തെ വീഡിയോ കാണണം. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഫോർത്തിൻ്റെ ഫോൾ വരുമ്പോഴത്തേക്ക് എത്ര വരും, അപ്രോക്സ് എത്ര 135 2% ആണ്. 135 പോയിൻറ്റ്സിൻ്റെ ഇത് സ്ലോ ആണെങ്കിൽ ഇത് ഷാർപ്പ് വരണം. ഓക്കെ, സോ ഇത് ഓൾമോസ്റ്റ് അതിനേക്കാളും എത്ര 5% ആണ്. ഇത് ഓൾമോസ്റ്റ് അതിനേക്കാളും കൂടുതലാണ്. റീസൺ എന്താണ്? ഓവർലാപ്പിംഗ് മനസ്സിലാക്കിയെടുക്കുക. ഓവർലാപ്പിംഗ് ആണ് കേട്ടോ. സോ ഓവർലാപ്പിംഗ് 5% ഉണ്ടാവാറുണ്ട്. ആ 2% ആയത് 5% ആണ്. സോ 7% വരെ പോകാം ഓവർലാപ്പിംഗ്. ബട്ട് എലിറ്റ് വേവിൻ്റെ റൂൾ എന്താണ്? ഫോർത്ത് വേയിൽ എപ്പോഴും വരുമ്പോൾ ഫോർത്ത് ഇത് സ്ലോ ആയിരുന്നു, 2 സ്ലോ ആണ്. സോ ഫോർത്ത് ഷാർപ്പ് വരണം. യെസ്, ഷാർപ്പ് വരുന്നുണ്ട്. സോ അപ്രോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി ആണ്, ഫോർത്ത് തന്നെയാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക, ഇതിങ്ങനെ ഫിബനാച്ചി ഇടുക. ഓക്കെ, ഫിബനാച്ചി ഇട്ടു. ഇനി ഈ റെസിസ്റ്റൻസ് ഞാൻ മാറ്റി ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, തേർഡ് വേവിൻ്റെ ഹൈ ആണ് ഇപ്പോൾ റെസിസ്റ്റൻസ്. ആൻഡ് തേർഡ് വേവ് എക്സ്റ്റൻഷനിലാണ്. ഓക്കെ, എക്സ്റ്റൻഷനിലാണ് തേർഡ് വേവ്. കണ്ട, എക്സ്റ്റൻഷൻ മീൻസ് 5 മൂവ്സിലുണ്ടാവണം. 161.80% അബവ് ഉണ്ടാവണം തേർഡ് വേവ്. അപ്പോഴാണ് എക്സ്റ്റൻഷൻ എന്ന് പറയും. സോ അങ്ങനെയാണെങ്കിൽ ഫോർത്ത് വേവ് 50% മാക്സിമം 50 ആസ് പെർ റൂൾ. എലിറ്റ് വേവിൻ്റെ പഴയ റൂൾ ആസ് പെർ ഞാൻ പഠിച്ച റൂളിൽ 50% ടച്ച് ചെയ്യാൻ പാടില്ല. അതാണ് ആസ് പെർ എലിറ്റ് വേവിൻ്റെ റൂൾ. ബട്ട് ഇപ്പോൾ ട്രാപ്പിംഗ് കൂടുതലാണ്. എല്ലാവരും എലിറ്റ് വേവ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻട്രസ്റ്റഡ് ആണ് എലിറ്റ് വേവ്. സോ ട്രാപ്പ് ചെയ്യുകയാണെങ്കിൽ 50% കൊണ്ടുവരും. നോ പ്രോബ്ലം. 50% റൂൾ മറക്കണ്ട. സോ 50% വരെ അത് ബൈ ആണ്. ഇൻ കേസ് 50% വരെ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വീക്ക്നെസ് ഉള്ളൂ. സോ ഇനി ഇപ്പോൾ കാര്യം മനസ്സിലായോ? ഇനി ആസ് പെർ എലിറ്റ് വേവ് ക്രൂഡ് ഓയിൽ മാക്സിമം ഇത്രയും ഫോളോ വരാവുള്ളൂ. ഇനി ഇവിടുന്ന് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് പ്രൈസ് ഫോർത്തായി. ഇത് 4 ഐ തിങ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫോർത്ത് ഇവിടെ തന്നെ പ്രൈസ് ഇനി മുകളിലേക്ക് പോകേണ്ടതാണ്. ഓക്കെ, ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് പോകേണ്ടതാണ് ഒന്നുകൂടി. അവിടെ ചെല്ലുമ്പോൾ ഡിഗ്രി 1 കംപ്ലീറ്റ് ആകും. 1 ഡിഗ്രി കംപ്ലീറ്റ് ആകും. ഓക്കെ, ആൻഡ് ദെൻ 1 ഡിഗ്രി കംപ്ലീറ്റ് ആയി പിന്നെ താഴേക്ക് തന്നെ തിരിച്ച് വരും. ഓക്കെ, ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഫോർത്ത് പിന്നെ ഒരു റൂൾ കൂടി ഞാൻ പറഞ്ഞു തരാം. ഫോർത്ത് ഷാർപ്പ് ഫോളാണ്. ഇത് കണ്ട, ഷാർപ്പ് ഫോളാണ്. അതെങ്ങനെ അറിയാൻ പറ്റും ഫോർത്ത് ഷാർപ്പാണ്? ദാറ്റ് മീൻസ് സെക്കൻഡ് വേവിൻ്റെ ലോ നോക്കുവാണെങ്കിൽ എത്ര കണ്ടിച്ചിൽ 1 2 3 4 അങ്ങനെ കൗണ്ട് ചെയ്യണമെങ്കിൽ അപ്രോക്സ് ഒരു 10 കണ്ടിൽസിനാണ്. സോ ഇതിൻ്റെ ഹാഫ് ടൈം ഫ്രെയിമിൽ ഷാർപ്പ്, ഇതിൻ്റെ ഹാഫ് 10 ആണെങ്കിൽ ഇതിൻ്റെ 5 or 6 ഇതിൻ്റെ ഫോൾ വരണം. ഓക്കെ, ഫോർത്തിൻ്റെ ഫോൾ ദാറ്റ് മീൻസ് ഷാർപ്പാണ്. സോ ഫിഫ്ത്ത് ആസ് പെർ എലിറ്റ് വേവ് തിയറി ഫിഫ്ത്ത് സ്ലോ മേളിലേക്ക് പോകുള്ളൂ. സ്ലോ ആയിട്ട് മേളിലേക്ക് പോകുള്ളൂ. ടിൽ എത്ര വരെ? മിനിമം 127% എന്തായാലും ടച്ച് ചെയ്യും. മിനിമം ലോ ഇതാണെങ്കിൽ ഏതാ ലോ ഫോർത്തിൻ്റെ അത് വയ്ക്കുക. ആൻഡ് മിനിമം 127% ആൻഡ് 61.80%. പിന്നെ അതന്നെ അബവ് നമുക്ക് നോക്കാം. ബട്ട് മിനിമം റേഷ്യോ ആണ് 127.20%. അത് എന്തായാലും ടച്ച് ചെയ്യണം ഫോർത്ത് ലോ ഇതാണെങ്കിൽ. ഓക്കെ, യെസ്, മനസ്സിലാക്കുക. ആൻഡ് എലിറ്റ് വേവ് തിയറി മസ്റ്റായിട്ട് പഠിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നേരെ നിഫ്റ്റി അനാലിസിസ് പോകും. ഇന്നലെ ഞാൻ നിഫ്റ്റി അനാലിസിസ് വിട്ടുപോയി. ആകെ ഒരു പയ്യൻ, ഒരാൾ അമീർ എന്ന് പറഞ്ഞ അവൻ മാത്രമേ എൻ്റെ അടുത്ത് ചോദിച്ചുള്ളൂ. ബാക്കി ആരും ചോദിച്ചില്ല നിഫ്റ്റി അനാലിസിസ് എന്തെങ്കിലും മറന്നു പോയോ. ഞാൻ ആക്ച്വലി ഒത്തിരി അനാലിസിസ് ചെയ്തപ്പോൾ ഇന്നലെ ഞാൻ ആകെ അത് വിട്ടുപോയി. ഓക്കെ, ബട്ട് സെൻസെക്സിൻ്റെ അനാലിസിസ് ഉണ്ടായിരുന്നു. അപ്രോക്സ് രണ്ടും സെയിം തന്നെയാണ്. ബട്ട് യെസ്, സെയിം തന്നെയാണ്. ബട്ട് ഈ ഒരു സമയത്ത് മാത്രമേ ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. ഈ സമയത്ത് മാത്രമേ നിഫ്റ്റി ആൻഡ് സെൻസെക്സ് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, എനിവേ നിഫ്റ്റി നമ്മൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. നിഫ്റ്റി ഇങ്ങനെയാണ് ഞാൻ റീഡ് ചെയ്യണത്. ഞാനിപ്പോൾ റീഡ് ചെയ്യണത് നിഫ്റ്റി ABCയുടെ 1, ഓക്കെ, ഇത് 2, ഇത് ഫുൾ 3 കംപ്ലീറ്റ് ആയി കേട്ടോ. ആൻഡ് ഇത് ഫോർത്ത് ഓൺ ഗോയിങ് ആണ്. വീണ്ടും ഫിഫ്ത്ത് മേളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് റൂൾ എന്താ പറയണത്? ഫോർത്ത് ഷാർപ്പ്. ഇത് കണ്ട, ഫോർത്തിൻ്റെ ഷാർപ്പാണെങ്കിൽ ഫിഫ്ത്ത് സ്ലോ ആയിട്ട് മേളിലേക്ക് പോകുള്ളൂ. ഓക്കെ, ആൻഡ് ഫോർത്ത് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. 2 ഡേ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. 2 ഡേ ലോ ബ്രേക്ക് ചെയ്താൽ ദാറ്റ് മീൻസ് ഇത് ഡിഗ്രി ഓർ സംതിങ് എന്താണ് അവിടെ തന്നെ കംപ്ലീറ്റ് ആയി. പിന്നെ പ്രൈസ് ഫോർത്ത് താഴത്തെ ലെവൽസ് വീണ്ടും ആക്റ്റീവ് ആകും. പിന്നെ ഓക്കെ, സോ നാളെ ശ്രദ്ധിക്കാനുള്ളതാണ് 23,785 ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ബ്രേക്ക് ചെയ്താൽ 1 hour ടൈം ഫ്രെയിമിലാണ് അനാലിസിസ് ഞാൻ ഇപ്പോൾ പറയണത്. ഈ അനാലിസിസ് ഓക്കെ, ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇത് വേറെ എന്തോ ആണ്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ആ സിറ്റുവേഷനിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഫിബനാച്ചി വയ്ക്കുക.
ഇത് കണ്ട ഇപ്പോൾ പെർഫെക്റ്റ്ലി ആ ലെവലാണ് ടച്ച് ചെയ്തേക്കുന്നത്. ഏതാ 50% ഉണ്ട് ഈ ഇത് ടച്ച് ചെയ്തിട്ടില്ല. ഇത് കണ്ട ടച്ച് ചെയ്തിട്ടില്ല. സോ കൺസൾട്ടേഷൻ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ വെരി ഗുഡ്. വേറെ മുകളിലേക്ക് ഇവിടെ തന്നെ വരണം, ഇവിടെ എവിടെയെങ്കിലും 25,000 24,800 സംതിങ്. ബട്ട് ഇത് ഈസി പോകില്ല. ഇതിൻ്റെ റൂൾ എന്താ പറയുക, ഇവിടെ എവിടെയെങ്കിലും ട്രാങ്കിൾ ഓർ എന്തെങ്കിലും ഫോം ആകും. ഇവിടെ കൺസൾട്ടേഷൻ അപ്പ് ആൻഡ് ഡൗൺ എപ്പോഴും കളിക്കും 2-3 ദിവസം. പിന്നെ നെക്സ്റ്റ് വീക്ക് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് ഇവിടുന്ന് പിന്നെ മുകളിലേക്ക്. ഓക്കെ, കാരണം വെച്ചാൽ 4th ഫാസ്റ്റ് ആണെങ്കിൽ 5th സ്ലോ ആയിരിക്കും. അതാണ് റൂൾ വരണത്. ഓക്കെ, എനിവേ നമുക്കത് പിന്നെ പറയാം. ബട്ട് എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് സെക്ഷൻ എന്തായാലും കമൻറ്റ് ചെയ്യണം. തമ്പ് ഓർ കമൻറ്റ് ഓർ ഹേർട്ട് എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്, താങ്ക് യു സോ മച്ച് ചെയ്യുന്ന ആളുകൾക്ക്. ആൻഡ് ലൈക്കും ചെയ്യുന്നുണ്ട്. ബട്ട് പ്ലീസ് 50 ലൈക്ക് എന്തായാലും എനിക്ക് വേണം. അപ്പോഴേ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. 20-25 ലൈക്സ് അങ്ങ് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. എലിറ്റ് വേവിൻ്റെ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് വേഗം ഞാൻ 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഞാൻ ഇന്നലെ കൗണ്ട് ചെയ്തായിരുന്നു. സെൻസെക്സിലാണ് ഞാൻ കൗണ്ട് ചെയ്തത്. സെൻസെക്സിൽ നമ്മൾ കൗണ്ട് ചെയ്തായിരുന്നു. ഇത് ഒരു ലോ കൂടി വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് കയറുവാണെങ്കിൽ അടിപൊളി മൂവ് നമുക്ക് കിട്ടിയത്. കാരണം വെച്ചാൽ 5th എക്സ്റ്റൻഷനിലാണ് കണ്ടത്. 5th 1 2 3 4 ഇത് ഫുൾ 5th 1 2 3 മാത്രമായിട്ടു 4 and 5th ആവാനായിരുന്നു. ബട്ട് അതായില്ല. എനിവേ നെക്സ്റ്റ് എന്താ ഞാനിത് പറയാം. ഇപ്പോൾ എനിക്കിത് തോന്നുന്നത് പ്രൈസ് ഇത് AI, ഇനി ബിയുടെ ആണ് മേളിലേക്ക് ബൗൺസ് വരുന്നത്. ബിയുടെ ബൗൺസ് സ്ലോ ആയിരിക്കും, ശ്രദ്ധിക്കുക. റീസൺ എന്താണ്? എ ഫാസ്റ്റ് ആയിരുന്നു. ഫാസ്റ്റ് മീൻസ് ഇത് കണ്ട ഷാർപ്ലി ഡൗൺ ലോവർ ഫാസ്റ്റ്ലി ആണ് എ വന്നത്. എ ഫാസ്റ്റ് ആണെങ്കിൽ ബി സ്ലോ ആയിരിക്കും. ആൻഡ് ബി സ്ലോ ആണെങ്കിൽ മറ്റേ ഇതിൻ്റെ ലോ ഇതാണെങ്കിൽ ഇതാണെങ്കിൽ ബിയുടെ മാക്സിമം റേഷ്യോ 61.80% വരാവുള്ളൂ. ഞാൻ പഠിച്ചേക്കുന്നത് അതിൽ 50% ആണ് വരുന്നത്. 50% ടച്ച് ചെയ്യുള്ളൂ. പിന്നെ അവിടെ നിന്ന് വീണ്ടും താഴേക്ക് വരും. ബട്ട് ഡിഫറെൻറ്റ് ടൈമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. സോ പ്രൈസ് എന്ത് ചെയ്യും? സ്ലോ ആണെങ്കിൽ സ്ലോ മൂവ് മേളിലേക്ക് പോകുകയാണെങ്കിൽ 50%, 61.80%. അതിൻ്റെ പുറമെ ഞാൻ കാണില്ല. അത്ര വരെ പോയിട്ട് പിന്നെ താഴേക്ക് വരും. പിന്നെ സ്ലോ മൂവ് താഴേക്ക് നോക്കാം. ഓക്കെ, ആ ഒരു സിനാരിയോയിൽ ശ്രദ്ധിച്ച് വേണം പ്ലേ ചെയ്യാൻ. നോട്ട് ഈസി അല്ല. ഇന്നലത്തെ ഞാൻ തമ്പനെയിലിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് തമ്പനെയിലിൽ ഇന്നലത്തെ കറക്ഷൻ ഓർ കറക്ഷൻ ഓർ ഓപ്പർച്യൂണിറ്റി, അങ്ങനെയാണ് ഞാൻ ഇന്നലത്തെ. സോ പ്രൈസ് അത് തന്നെയാണ്, ശ്രദ്ധിക്കുക. ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കണ്ട, പ്രൈസ് ഡൗൺ വന്ന് തിരിച്ച് മേളിലേക്ക് കയറ്റിയത്. എനിവേ ഇത് എ ആണ്. ഓക്കെ, ബിഗർ ടൈം ഫ്രെയിമിൻ്റെ എ ആണ്. ഇത് ബി ഓൺ ഗോയിങ് ആണ്. ബിയിൽ 3 മൂവ്സ് ഉണ്ടാവണം. സോ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ബി മേളിലേക്ക് പോകും. ദെൻ വീണ്ടും അതിൻ്റെ സി താഴേക്ക് വരും. ഓക്കെ, സി ചിലപ്പോൾ ഇതിൽ ലോ ബ്രേക്ക് ചെയ്യുമോ ഓർ ഇവിടെ തന്നെ കൺസോളിഡേഷൻ കാണിക്കുമോ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇപ്പോൾ ബൗൺസ് ആണ് വരേണ്ടത്. അത് ബൗൺസ് വരണം. ആസ് പെർ മീ നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്തെങ്കിലും ഉണ്ടാവും, ഫ്ലാറ്റ് ക്യാപ് ഡൗൺ. ആൻഡ് ദെൻ തിരിച്ച് പ്രൈസ് മേളിലേക്ക് പോകണം. 50%, 61.80% വരെ എന്തായാലും പോകേണ്ടതാണ്. ഓക്കെ, നോക്കാം എങ്ങനെയാണ് എന്താ നടക്കുന്നത്, നോക്കേണ്ടി വരും ഫർദർ ഇതിന് വേണ്ടി. ബട്ട് ആ ഒരു സമയം ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഈ ലോ ബ്രേക്ക് ചെയ്യാത്ത പ്രൈസ് ഇത് AI. സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ABCയുടെ B ആണ്. ബട്ട് ഇതിൻ്റെ ബിയിൽ 3 മൂവ്സ് ഉണ്ടാകും. അതാണ് ഇല്ലിറ്റ് വേവ് തിയറി. ഡീപ്പ് അനാലിസിസ് വേണമെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ പഠിക്കേണ്ടി വരും കേട്ടോ. സോ ഇത് 1 മൂവ് 2 മൂവ് ഓൺ പോയാൽ മേ ബി കുറച്ചുകൂടി ഡൗൺ വന്നാൽ 2 മൂവ് കംപ്ലീറ്റ് ആയിട്ട് ദെൻ 3 മേളിലേക്ക് പോകും. 3 ഇത്ര വരെ വരും. മാക്സിമം 61.80% വരെ ഞാൻ കാണുന്നുണ്ട്. അവിടെ വരെ വരും. വന്നിട്ട് പിന്നെ നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. എല്ലിറ്റ് വേവ് തിയറി ഇതാണ്, മനസ്സിലാക്കുക, പഠിക്കുക. ആൻഡ് ടഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത്. നിങ്ങൾ എല്ലിറ്റ് വേവ് തിയറി പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഈസി അപ്കമിങ് ടൈമിൽ പിന്നെ ഈസി ആയിട്ട് തോന്നും. നാച്ചുറൽ ഗ്യാസ് ഇത് ഒരു വേറൊരു ടഫാണെന്ന് പറയാൻ. ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ ആയിരുന്നു, പിന്നെ ബ്രേക്ക് ഔട്ടായി ഇന്നലെ. ഇത് ഞാൻ ടച്ച് ചെയ്യുന്നില്ല ഇപ്പോൾ. ഇനി ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയ പിന്നെ വീക്ക്നെസ് ഇവിടുത്തെ കേട്ടോ, ഈ സപ്പോർട്ട്. അല്ലാണ്ട് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. കാരണം വെച്ചാൽ ആകെ ഇവർ ട്രാപ്പ് എഴുതി വെച്ചൊക്കെയാണ്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബേസ്ഡാണ്, ഭയങ്കര മോശമാണ് ഇത് തന്നെ പറയാനുള്ളത്. ഓക്കെ, ഇത് ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ ഫേക്ക് ബ്രേക്ക് ഔട്ടാണ് ഇപ്പോൾ ഇത് കാണിച്ചത്. ഷാർപ്പ് അപ്പ് ഷാർപ്പ് ഉണ്ടാവും. പിന്നെ വീണ്ടും അവിടെ തന്നെ വന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് സസ്റ്റെയിൻ ആവും എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഫേക്ക് ബ്രേക്ക് ഔട്ട് ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ്ലി വേറെ എന്തെങ്കിലും ട്രയാങ്കിൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോഴേ പിന്നെ എന്തെങ്കിലും നടക്കുകയുള്ളൂ. അല്ലേ, ഭയങ്കര ട്രാപ്പിംഗ് ആണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി യെസ് ക്ലാസ് സൂപ്പർ കട്ട.
യെസ്, ഇന്നലത്തെ ലാസ്റ്റ് വീക്കിൻ്റെ അനലൈസിസിലാണ് പറഞ്ഞത് 2500 പോയിൻറ്റ്സിൻ്റെ ഫോൾ ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ഫോൾ വന്നു. ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ പറയാം. ബാങ്ക് നിഫ്റ്റി ഞാൻ കാണുന്നത് ഇത് 1, 2, ഇത് 3 and 4 തന്നെയാണ്, എക്സാക്ട്ലി ആണ്. ഓക്കെ, ഇതിൻ്റെ അബവ് പോയാൽ ഇതിൻ്റെ ബ്രേക്ക് നമുക്ക് കിട്ടും ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇന്നലത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണുന്നു ബാങ്ക് നിഫ്റ്റിയുടെ. ഇത് ഞാൻ 1, 2, 3, ഇത് 4 ആണ്. ആൻഡ് ഫോർത്ത് കംപ്ലീറ്റ് ആയ 5th ആകും. ഓക്കെ, യെസ്, വേണ്ട 38.2 പെർഫെക്റ്റ് ആണ് മാർക്കറ്റ് സ്ട്രക്ചർ. ബട്ട് ഇത് കംപ്ലീറ്റ് ആയോ എന്ന് കംപ്ലീറ്റ് ആയിട്ടില്ല എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് സിയുടെ 5 മൂവ്സ് ഇൻ്റർവൽ മൂവ്സ് ചെക്ക് ചെയ്യേണ്ടി വരും, അപ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ. ഐ തിങ്ക് ഇത് ടൈം പാസ് ചെയ്യും, ദെൻ മേളിലേക്ക് പോകുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 to 4 ട്രെൻഡ് ലൈൻ, 2 to 4 ട്രെൻഡ് ലൈനിന് എടുക്കുക. സപ്പോർട്ട് എടുക്കുന്നുണ്ടോ ഇല്ല നോക്കുക. ക്ലോൺ, യെസ്, പെർഫെക്റ്റ് ആണല്ലോ. കണ്ട, ഇതാണ് പെർഫെക്റ്റ്, ഇതാണ് ക്ലോൺ. ഇത് നിങ്ങൾ ചാർട്ടിൽ വരച്ച് വെക്കാൻ തുടങ്ങുക കേട്ടോ. നമ്മൾ മുകളിൽ നിന്ന് എടുത്തിട്ട് താഴെ ഇങ്ങനെ കോപ്പി ചെയ്യണമെങ്കിൽ പെർഫെക്റ്റ്ലി ഇവിടെ സപ്പോർട്ട്. സോ കൺസൾട്ടേഷൻ ആൻഡ് ദെൻ മേ ബി ബ്രേക്ക് ഔട്ട്. ഇത് കൺസൾട്ടേഷൻ ഇതിൻ്റെ അകത്ത്. ഓക്കെ, ചാനലും ആണ്. പിന്നെ ട്രാങ്കിളും ഉണ്ടാക്കുന്നത് ABC, പിന്നെ D മേളിലേക്ക് പോകുന്നു, പിന്നെ E, പിന്നെ തിരിച്ച് മേളിലേക്ക് അപ്പ് ആൻഡ് ദെൻ ബ്രേക്ക് ഔട്ട്. മേ ബി അങ്ങനെ തന്നെ നോക്കാം കേട്ടോ. അങ്ങനെ സെൻസെക്സ് അനാലിസിസ് നടക്കാം. സെൻസെക്സ് പെർഫെക്റ്റ്ലി മൂവാണ്. സെൻസെക്സിൻ്റെ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തത്. ഇത് വീണ്ടും ഇതാണ് ഒരു ട്രാപ്പ് ഇപ്പോൾ നടക്കുന്നത് മാർക്കറ്റിൽ. നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇനി വീഡിയോ റീഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സപ്പോർട്ട് സ്ട്രക്ചറിൽ ലോവർ പാർട്ട് മാർക്ക് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ബീഡ് ബൗൺസ് ഇതിനകത്തും പോലെ തന്നെ നോക്കാം കേട്ടോ. ഇതിൻ്റെ ബീഡ് ബൗൺസ് നമുക്ക് വീണ്ടും അപ്പ് സൈഡ് നോക്കാം. ഇഫ് 50% ആൻഡ് 61.80% റേഷ്യോസ്. 61.80% അബവ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റും ബുള്ളിഷായി നിഫ്റ്റി ആയാലും സെൻസെക്സ് ആയാലും. അതർവൈസ് ബുള്ളിഷ് അല്ല, അത് സെൽ ഓൺ റൈസ് ആയിരിക്കും പിന്നെ അവിടെ. ഓക്കെ, അവിടെ വരെ പോകേണ്ടതാണ്. റൂളിൽ എന്താ പറയുന്നത്, ഇതിൻ്റെ 3 മൂവ്സിൽ 1, 2, 3 മൂവ്സിൽ അവിടെ വരെ പോകേണ്ടതാണ്. അതാണ് റൂൾ പറയണത്, നിഫ്റ്റിയുടെ റൂൾ. ഓക്കെ, സോറി, എലിറ്റ് വേവിൻ്റെ റൂൾ ഇതാണ് പറയുന്നത്. സോ പ്രൈസ് അവിടെ വരെ പോയിട്ട് പിന്നെ താഴേക്ക് തന്നെ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. നമുക്ക് ബാക്കി ഇനി നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ബ്രേക്ക് ഔട്ട് പോലെ ഞാൻ കാണിക്കുന്നത്, മീൻസ് ആയിട്ടില്ല. ബട്ട് അതിൻ്റെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഞാൻ എന്താ പറയുന്നത്, ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്താണ്, ഇത് ട്രാങ്കിൾ ഉണ്ടാക്കും, താഴേക്ക് വന്നിട്ട് ഫുള്ളി ഇവിടെ വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് കയറും. ബട്ട് ഇപ്പോൾ ഇനി ഇത് ക്ലോസിങ് നല്ല ഹെൽത്തി ആൻഡ് മോളിലാണ് കാണിക്കുന്നത്. ഇൻ കേസ് ഇത് ഹെൽത്തി ക്ലോസിങ് അബവ് പോവുകയാണെങ്കിൽ, സോ നമ്മളിപ്പോൾ റീഡ് ചെയ്യുന്നത് എങ്ങനെ എന്തായിരുന്നു, ഇത് B ഇതാണല്ലോ, B and C ആണ്. ഓക്കെ, സോ ബിയുടെ ഹൈ എന്താ അത് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ അബവ് പ്രൈസ് പോകണമെങ്കിൽ ദാറ്റ് മീൻസ് ബ്രേക്ക് ഔട്ടായി. എപ്പോഴും ശ്രദ്ധിക്കുക, ബിയുടെ അബവ് പ്രൈസ് പോകണം, അപ്പോഴേ ഇത് ഫെയിൽ ആവുള്ളൂ. ദാറ്റ് മീൻസ് ഈ ഒരു ട്രാങ്കിൾ ഓർ താഴത്തെ മൂവ് ഫെയിൽ ആവുള്ളൂ. സോ ബി ആണ് നമ്മുടെ ഇത്. ബിയുടെ അബവ് പോകണമെങ്കിൽ ഇതിന് ജെന്യുവൻ ബ്രേക്ക് ഔട്ട്, ആ ഒരു പ്രൈസ് ഫർദർ മൂവ് തരാൻ പോകാമെന്ന് പറയാം. ഓക്കെ, സോ ബിയുടെ അബവ് അപ്പോഴാണ് ആ ഒരു ഷോർട്ട് കറിങ് മൂവ് കിട്ടുമെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും താഴേക്ക് തന്നെ ട്രാപ്പ് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് തന്നെ വരാൻ തോന്നും. ശ്രദ്ധിക്കുക കേട്ടോ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് അത്രേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. താങ്ക് യു.